السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وما تشاءون إلا أن يشاء الله وما تشاءون إلا أن يشاء الله رب العالمين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സനാബിൽ ഓൺലൈൻ വാട്സാപ്പ് ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ പരിശുദ്ധ റമദാനിൻ്റെ ധന്യമായ മുഹൂർത്തത്തിലൂടെ കടന്നു പോകുന്നതോടൊപ്പം അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നാം ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ റമദാനിൽ ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ള ഓഫറുള്ള ഏതൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ട രാവിലെ കൂടിയാണ് നമ്മളുള്ളത്. അതിൻ്റെ പകലിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും, സകാത്തും സദഖയും നോമ്പും വിശുദ്ധമായ ഖുർആന്റെ പാരായണവും അതിൻ്റെ പഠനവും അതിൻ്റെ മനപ്പാടവും അതിൻ്റെ എല്ലാം, അങ്ങനെ ഒട്ടനവധി സൽക്കർമ്മങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നേറിയത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ശക്തമായ ചൂടാണ്. സ്വഹാബത്ത് പകലുകൾ നോമ്പെടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ചൂടുള്ള ദിവസം നോമ്പെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. നാളെ പരലോകത്ത് ഇതിനേക്കാളും ശക്തമായ ചൂടാണ്. ആ ചൂടിന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ ഇത്രയും കടുപ്പമുള്ള ഈ ചൂടിലും ഞങ്ങൾ നോമ്പെടുക്കുന്നത് എന്നാണ് സ്വഹാബത്ത് പറഞ്ഞ മറുപടിയെങ്കിൽ, സഹോദരങ്ങളെ, വിശ്വാസികളെ, നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ ശക്തമായ ചൂടിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, ഇതിനേക്കാളും ശക്തമായ എത്രയോ ഇരട്ടി ചൂടുള്ള കത്തിയാടിക്കൊണ്ടിരിക്കുന്ന നരകമെന്ന ഭയാനകമായ ആ ഒരു ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതിന് ഉപയുക്തമാകുന്ന ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ് ഈ വിശുദ്ധ റമദാനും അതിലെ സൽക്കർമ്മങ്ങളും. അല്ലാഹു അയ്ന സ്വാഇമൂൻ എന്നൊരു ചോദ്യം നാളെ പരലോകത്ത് ആ റയ്യാൻ സ്വർഗത്തിന്റെ കവാടത്തിലുള്ള മലക്കുകൾ ചോദിക്കുമ്പോൾ, നോമ്പുകാർക്ക് മാത്രം പ്രവേശിക്കാനുള്ള കവാടത്തിലൂടെ കടന്നു പോകുന്ന മഹാസൗഭാഗ്യവന്മാരും അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള സ്കലിതങ്ങളുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഇസ്തിഗ്ഫാറും തൗബയും നാം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമാകുമ്പോൾ അജ്വദുന്നാസ്, ജനങ്ങൾ ഏറ്റവും നല്ല ധർമ്മിഷ്ഠനായിരുന്നു, കരിഹിൽ മുർസല, കാത്തിനേക്കാൾ വേഗത്തിൽ അത്രമാത്രം എത്തേണ്ട അടുത്തെല്ലാം എത്തിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു പ്രവാചകന്റെ സ്വതക്കയും മറ്റു കർമ്മങ്ങളുമൊക്കെ. അത്തരത്തിൽ കർമ്മം ചെയ്യാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വാഗത ഭാഷയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഗുണവും കോട്ടവും എന്നാണ് പറഞ്ഞത്. എന്നാൽ എന്താണ് ഗുണം, എന്തിൻ്റെ ഗുണമാണ്, എന്തിൻ്റെ കോട്ടമാണെന്നുള്ള വിഷയം അത് ടെക്സ്റ്റ് പോസ്റ്ററും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തുണ്ട് ഇൻഷാ അല്ലാഹ് എന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷങ്ങളെ കുറിച്ചാണ്, അതിൻ്റെ നേട്ടങ്ങളും അതിൻ്റെ കോട്ടങ്ങളും. അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നിങ്ങളുമായിക്കൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന എല്ലാ നല്ല കാര്യങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ഓരോ രംഗത്തും നാം പാലിക്കേണ്ടുന്ന മര്യാദകൾ വളരെ കൃത്യമായി സമ്പൂർണമായി അവിടുന്ന് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. ഇതേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയാണ്. തീർച്ചയായും ആർക്ക് ലിമൻ കാന യർജുല്ലാഹ, അല്ലാഹനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന,
വൽ ആഖിറ, പരലോകത്ത് വിശ്വാസമുള്ള വദക്കറല്ലാഹ കസീറൻ, ധാരാളമായി ഓർക്കുന്നവർക്ക് ഈ പ്രവാചകൻ ഉത്തമമായ മാതൃകയുണ്ട്. ആ അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കുകയില്ല എന്ന വിശ്വാസം, അത് തൗഹീദിന്റെ അടിത്തറ കൂടിയാണ്. തൗഹീദിന്റെ അടിത്തറയാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്ന് വിശ്വസിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുന്ന ഒരു മുവഹിദിന്, ശുദ്ധ തൗഹീദുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് റബ്ബിന്റെ വിധിയും തീരുമാനവും അവന്റെ ഉദ്ദേശമനുസരിച്ച് മാത്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനായി അവൻ മാറണം. കാരണം അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുമില്ല, ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ നിങ്ങൾ ഒരു കാര്യം ഉദ്ദേശിക്കുക പോലുമില്ല. അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാര്യം നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യം പിന്നെ എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാനാണ് കഴിയുക? അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഞാൻ ഒരു കാര്യം പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് ചേർത്തി പറയാൻ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പലപ്പോഴും പല കരാറുകളും ഏറ്റെടുക്കുന്നവരാണ് നമ്മൾ. പലർക്കും പല രീതിയിലുള്ള വാക്കുകളും കൊടുക്കുന്നവരാണ് നമ്മൾ. ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ ഇങ്ങനെ ചെയ്യാം, ഒരാഴ്ച കഴിഞ്ഞ് കാണാം, ഒരു മാസം കഴിഞ്ഞ് ഞാൻ കാണാൻ വരുന്നുണ്ട്, ഒരു വർഷം കൊണ്ട് ഞാനിത് പൂർത്തീകരിക്കും എന്നിങ്ങനെയുള്ള വാക്ക് കൊടുക്കുമ്പോൾ അതിനോട് ചേർത്ത് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം എന്ന് പഠിപ്പിച്ചു ആര്? ഇസ്ലാം. അതെ. എന്നാൽ പല ആളുകൾക്കും ഇൻഷാ അല്ലാഹ് എന്നത് ഒഴിഞ്ഞു മാറാനുള്ള ഒരു പ്രയോഗമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു വാക്കായി ചിലർ ഉപയോഗിക്കുന്നു. മറ്റു ചില ആളുകൾ ദീർഘകാലം വിദേശത്തൊക്കെ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ എന്തിനും ഏതിനും വെറുതെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കേവലം ഒരു പദപ്രയോഗമാക്കി മാറ്റിയ ആളുകളും ഉണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് എന്ന് കേവലം ഒരു പദപ്രയോഗം പോലും വളരെ സൂക്ഷ്മതയോട് കൂടി ആയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ ഭംഗിയായി നിർവഹിക്കാൻ തയ്യാറാവുകയും ഇത് റബ്ബിന്റെ തടസ്സമില്ലെങ്കിൽ, അവന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അവന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യും എന്ന രീതിയാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയേണ്ടിടത്ത് നാം കാണിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കാത്ത നമ്മൾ തന്നെ ഒരു കാര്യത്തിൽ തന്നെ നിയത്താക്കാതെ വെറുതെ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് കേവലം റബ്ബിനെ പരിഹസിക്കൽ കൂടിയായി മാറും എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ? മഹാന്മാരായ മുഫസ്സിറുകളെ വിശുദ്ധ ഖുർആനിലെ ഇൻഷാ അല്ലാഹ് എന്ന പദപ്രയോഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇത് പറഞ്ഞാൽ ഉണ്ട്. ഒന്ന്, ഏത് പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയാണോ അവൻ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് ആ പ്രവർത്തനം വേഗത്തിൽ ചെയ്യാൻ അള്ളാഹു അവന് എളുപ്പമായി കൊടുക്കുന്ന. ഇനി അവന് ചെയ്യാൻ കഴിയാതെ പോയാലും അവൻ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. അതാണ് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് ഗുണങ്ങളാണ് അതിനുള്ളത്. എങ്ങനെ? നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ, ഞാൻ നാളെ തരാം, ഒരാഴ്ച കഴിഞ്ഞ് പണം എനിക്ക് എത്തിക്കാം എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്ത് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ കാര്യം വേഗത്തിൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും. രണ്ടാമത്, അത് അള്ളാഹു അവനെ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. എന്താ കാരണം? ഇൻഷാ അല്ലാഹ് പറഞ്ഞു, അതുകൊണ്ട് രക്ഷപ്പെടുത്തും. അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ എന്നിലേക്ക് ചേർത്ത് പറഞ്ഞതാണല്ലോ എന്ന നിലക്ക് കുറ്റത്തിൽ നിന്ന് അള്ളാഹു അവനെ മോചിതനാക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ 6 സ്ഥലങ്ങളിൽ ഇൻഷാ അല്ലാഹ് എന്ന പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, എവിടൊക്കെയാണ് നമുക്ക് പരിശോധിക്കുക? ഒന്ന്, അള്ളാഹു തന്നെയാണ് പറഞ്ഞത്. ഒന്നാമത്തെ പ്രയോഗം അള്ളാഹു തന്നെയാണ് പറഞ്ഞത്. അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുദൈബിയ സന്ധിയിൽ വളരെ പ്രയാസത്തോടു കൂടി ഉംറ കർമ്മം നിർവഹിക്കാൻ കഴിയാതെ തിരിച്ചു പോരുമ്പോൾ പ്രവാചകനോടും വിശ്വാസികളോടുമായി അള്ളാഹു പറഞ്ഞു, അടുത്ത വർഷം തീർച്ചയായും അള്ളാഹു ഉദ്ദേശിച്ചാൽ താങ്കളും താങ്കളോടൊപ്പമുള്ള വിശ്വാസികളും ഉംറ കർമ്മം നിർവഹിച്ച് തലമുണ്ടനം ചെയ്ത് പരിശുദ്ധ കഅബയിൽ തവാഫ് ചെയ്ത് തിരിച്ചു പോരാൻ അവസരം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ അടുത്ത വർഷം നിനക്ക് ഉംറ ചെയ്യാൻ സാധിക്കും. എന്തിനാണ് അള്ളാഹു തന്നെ ഇങ്ങനെ ഇൻഷാ അല്ലാഹ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാരെ അതും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയാ ബിൽ ഹഖ്. പ്രവാചകൻ കണ്ട സ്വപ്നം അത് കൃത്യമായി അള്ളാഹു പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രവാചകൻ സുല്ലല്ലാഹു കണ്ട സ്വപ്നം എന്താ? കുറെ ആളുകൾ തലമുട്ടയടിച്ച് കഅബ തവാഫ് ചെയ്ത് തലമുണ്ടനം ചെയ്ത് ഇങ്ങനെ വരുന്നതാണ് കണ്ടത്. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ? ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമി ഇൻഷാ അല്ലാഹു ആമിനീന മുഹല്ലഖീന റഊസകും വമുഖസ്സിരീന ലാ തഖാഫൂന ഫഅലിമ മാ ലം തഅലമൂ വജഅല മിൻ ദൂനി ദാലിക ഫത്ഹൻ ഖരീബാ.
ആരെയും ഭയപ്പെടാത്ത വിധം തലമുണ്ടനം ചെയ്തുകൊണ്ട് നിർഭയരായിക്കൊണ്ട് നിങ്ങൾ ആ കഅബ തവാഫ് ചെയ്ത് തിരിച്ചു വരുന്ന അവസരമുണ്ടാകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ. മുഫസ്സിർ പറഞ്ഞു, അള്ളാഹുവിന് ആദ്യമേ അറിയാം ആരൊക്കെ ഉംറ ചെയ്യും, ആരൊക്കെ തിരിച്ചു വരും, എന്തൊക്കെ എല്ലാം നടക്കും എന്നൊക്കെ ഒക്കെ അള്ളാഹ് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞത് സമൂഹത്തെ ഒരു പാഠം പഠിപ്പിക്കാനായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഒന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും കേഴുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയെങ്കിലും എല്ലാവർക്കും ഒന്നും ഉംറ ചെയ്യാൻ സാധിച്ചില്ല. അതിനെയും ചിലരൊക്കെ മറിച്ച് മരണപ്പെട്ടു പോയി. പലർക്കും പല രോഗങ്ങൾ വന്നു, ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലുടൻ പോയി ഉംറ ചെയ്യും. കണ്ടോ സഹോദരങ്ങളെ, ഇതേ കാര്യം ഖുർആൻ അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി പഠിപ്പിക്കുക. ഹിമർ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മൂസാ നബി ഒരു യാത്ര പോയല്ലോ. പല കാഴ്ചകളും കാണിച്ചു കൊടുത്തപ്പോൾ ക്ഷമിക്കാൻ കഴിയാതെ മൂസാ നബി അലൈഹി സ്വലാം ഇടയ്ക്ക് കയറി പലതും ചോദിച്ചപ്പോൾ നിനക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയുകയാണ്, സതജിദുനി ഇൻഷാ അല്ലാഹു സ്വാബിറൻ വലാ അഅസി ലക അംറാ. ഓ ഹിമർ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇപ്പോൾ ഞാൻ ക്ഷമിക്കുന്നവനായി നിനക്ക് എന്നെ കാണാം. ആണോ? ഇൻഷാ അല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാം പറയുന്നു, ഞാൻ ക്ഷമിക്കാം, ഇനി ഞാൻ ക്ഷമിക്കാം ഇൻഷാ അല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇനി ഞാൻ ക്ഷമിക്കാം ഇൻഷാ അല്ലാഹ്. മൂസാ നബിയുടെ ജനതയോടെ ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. ഏത് രീതിയിലുള്ള പശുവിനെയാണ് അറുക്കേണ്ടത് എന്ന് അറിയാതെ അവർ പ്രയാസപ്പെട്ടു. അവർ പറഞ്ഞു, ഇന്നൽ ബഖറ തശാബഹ അലൈനാ, എല്ലാ പശുക്കളും ഒരുപോലെയാണെന്ന് നിനക്ക് തോന്നുകയാണ്. വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, അതുകൊണ്ട് അതിന്റെ രൂപം രീതിയും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾ നല്ല കാര്യം ചെയ്തേക്കാം. കണ്ടോ, ഇവിടെയും അവർ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇനി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹത്തെ അറക്കാൻ വേണ്ടി ബാപ്പ ഇതിനെ സ്വപ്നം കണ്ടപ്പോൾ വിവരം മകനോട് വിശദീകരിച്ച് കൊടുത്തപ്പോൾ മകന്റെ മറുപടി എന്താ? ബാപ്പാനോട് മകൻ പറഞ്ഞ മറുപടി എന്താ? യാ അബതി അൽ മാ തുഅ്മറു സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ക്ഷമിക്കുന്നതിനായി എന്നെ നിങ്ങൾക്ക് കാണാം. അർത്ഥോളൂ. ഇവിടെ എല്ലാം പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞെന്താണ്? ഇൻഷാ അല്ലാഹ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെ? യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ സഹോദരൻ എല്ലാവരും വന്നു, ഖേദം പ്രകടിപ്പിച്ചു. അവർ ചെയ്ത് തെറ്റി അവർക്ക് സൂചിപ്പെട്ടു. അവസാനം അവരുടെ ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടി യൂസുഫ് നബി സ്വല്ലല്ലാഹു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഉദ്ഖുലൂ മിസ്ര ഇൻഷാ അല്ലാഹു ആമിനീൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു ഭയവും കൂടാതെ നിങ്ങൾക്ക് ഈജിപ്തിലേക്ക് പോകാൻ കഴിയും. നിങ്ങൾ പോയിക്കൊള്ളുക ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഭയമില്ലാതെ ഈജിപ്തിലേക്ക് പോകാം. അവിടെ പ്രയോഗിച്ച വാക്കെന്താണ്? ഇൻഷാ അല്ലാഹ്. അല്ലെ? യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു. അല്ലെ? ഹജ്ജ് യാത്രയിൽ അങ്ങനെ ആ വെള്ളം കോരി കൊടുത്ത് അതിന്റെ പ്രതിഫലം കൊടുത്ത വാപ്പ അദ്ദേഹത്തെ വിളിച്ചു. ആ പെൺമക്കൾ വാപ്പ അദ്ദേഹത്തെ വിളിച്ചു. ഇത് പറഞ്ഞു, 8 വർഷം എനിക്ക് താങ്കൾ ജോലി ചെയ്താൽ ആ നിബന്ധനയിൽ ഈ 2 പെൺകുട്ടികൾ ഇഷ്ടപ്പെട്ടവർ എനിക്ക് വിവാഹം കഴിക്കാം. പെൺമക്കളുടെ ഉപ്പ പറഞ്ഞ വാക്കെന്താ? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ. ഇൻഷാ അല്ലാഹ് നീ 8 വർഷം ജോലി ചെയ്താൽ നിനക്കതിന് ഉപകാരം ചെയ്യുന്ന ഒരാളായി നിനക്ക് എന്നെ കാണാം. ഇത് എങ്ങനെ പറയണം എന്നതിന്റെ ഗൗരവമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ ഒരു കാര്യം ചെയ്യാമെന്ന് ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ തീരുമാനിക്കരുത് എന്നും അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നു. അതാണ് വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. നാളെ ഞാൻ ആ കാര്യം ചെയ്യാം എന്ന് ഒരു കാര്യത്തിലും പറയരുത് നിങ്ങൾ. ഇല്ലാ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ. കണ്ടോ? ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ ഞാൻ നാളെ അങ്ങനെ ചെയ്യാം, 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എന്ന് ഭാവി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനപ്പുറം അപ്പുറം നടക്കുന്ന ഒരു കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സാദി റഹ്മത്തുള്ളാഹി ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഭാവിയിൽ എന്ത് നടക്കും എന്നറിയില്ല. അത് ചെയ്യാനാകുമോ? ആകില്ലേ? അതിനു മുമ്പ് നാം മരിക്കുമോ? ജീവനുണ്ടാകുമോ? എന്നൊന്നും തൊട്ടടുത്ത നിമിഷത്തിലെ ഭാവിയെ പോലും നമുക്കറിയാത്തതിനാൽ അത്തരം കാര്യങ്ങൾ റബ്ബിലേക്ക് ചേർത്ത് പറയൽ ഒരു വിശ്വാസിക്ക് നിർബന്ധമാണെന്ന ഈ ആയത്തിൽ വിശദീകരിച്ചു. ഏത്? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമാണ് ഈ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സംഭവങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുമ്പോൾ ആ വാക്ക് പറയാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കും ഇത് നമുക്ക് അറിയാത്തത് കൊണ്ട് അത്തരം കാര്യം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്നായിരിക്കും നമ്മൾ പറയേണ്ടത്. എന്നാൽ അങ്ങനെ പറയാത്തതിന്റെ പേരിൽ അള്ളാഹു പരീക്ഷ ധാരാളം സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏത്? ഇൻഷാ അല്ലാഹ് പറയാത്തതിന്റെ പേരിൽ ഉണ്ടായ പരീക്ഷണങ്ങൾ, പ്രവാചകന്മാർക്ക് തന്നെ ഉണ്ടായ പരീക്ഷണങ്ങൾ. അപ്പോൾ നേട്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പരീക്ഷണങ്ങളെ പറയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാനും നിഷേധിക്കാനും ജൂതന്മാരുടെ അടുക്കൽ മുശ്രിക്കുകൾ വരികയാണ്.
എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്, പ്രവാചകനാണ്, അള്ളാഹു എന്ന് വഹ്യ് കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് അവൻ അവകാശപ്പെടുന്നത്. ഞങ്ങൾ എന്താണ് അവനോട് ചെയ്യേണ്ടത്? എന്താണ് ചെല്ലുന്നത്? ആരടുത്തേക്ക്? മുശ്രിക്കുകളാണ് ചെല്ലുന്നത്. ആരടുക്കല? ജൂതന്മാരെടുക്കല ചെല്ലുന്നത്. രണ്ട് വിഭാഗം നല്ല യോജിപ്പുള്ള ആൾക്കാരാണ്. ഇതാ ജൂതന്മാർ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ നിങ്ങൾ 3 ചോദ്യങ്ങൾ ചോദിക്കണം. ആ 3 ചോദ്യത്തിന് അവരെ ഉത്തരം പറയാൻ കഴിയില്ല. അങ്ങനത്തെ ചോദ്യങ്ങൾ മുശ്രിക്കുകൾക്ക് ജൂതന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഏതാണ് ആ 3 ചോദ്യം? ഒന്ന്, അനിൽഫിത്തിയ ഹർജും മധ്യ, അതായത് അവർ സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചു പോയി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച അസ്ഹാബുൽ കഹ്ഫുണ്ട്, ആ ടീം അവരാണ് പോയിട്ടുണ്ട്, അവരെ കുറിച്ച് ചോദിക്കണം. അസ്ഹാബുൽ കഹ്ഫ് ആരാണ്, എന്താണ് അവരെ പറ്റി നിനക്കറിയാം, ഒന്ന് പറഞ്ഞാട്ടിക്കാം ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം എന്താ? ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും കീഴ്പ്പെടുത്തിയ ദുൽഖർനൈൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളെ കുറിച്ച് ചോദിക്കണം, രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്താ? അനർ റൂഹ്, എന്താണ് ആത്മാവ് എന്നതിനെ കുറിച്ച് ചോദിക്കണം. മുശ്രിക്കുകൾ വന്നു, നബിയെ സമീപിച്ചു, ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചെന്തൊക്കെയാണ്? അസ്ഹാബുൽ കഹ്ഫ് ആരാണ്, ദുൽഖർനൈൻ ആരാണ്, ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 ചോദ്യം കേട്ട് പറയാണ്, ഉഖ്ബിറുക്കും ഗദൻ, ഞാൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വലം യഖുൽ ഇൻഷാ അല്ലാഹ്, നബി ആ സമയത്ത് ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അഷ്റഫുൽ ഖൽഖ് ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് എന്ന് പറയണം എന്ന നിയമം അന്ന് പ്രവാചകൻ ഇറങ്ങിയിട്ടില്ല എന്ന്. അങ്ങനെ ഒരു വിഷയം തന്നെ പ്രവാചകൻ അറിയില്ല എന്ന്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. പക്ഷേ അതായത് പിന്നെ 15 ദിവസം വഹി തന്നെ വരുന്നില്ല. ഈ സംഭവം നബി നാളെ പറഞ്ഞതാന്ന് പറഞ്ഞ ശേഷം പിന്നെ നബിക്ക് 15 ദിവസങ്ങളായിട്ട് എന്തില്ല, വഹി തന്നെ വരുന്നില്ല. നബി ചിലവോട് വന്നിട്ട് ഓരോ ദിവസവും ചോദിച്ചാൽ പരിഹസിക്കാൻ തുടങ്ങി. മുഹമ്മദ്, നിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? നിന്റെ ഒരു ദിവസം എത്ര ദിവസമാണ്? എത്ര മാസമാണ്? എത്ര ആഴ്ചയാണ്? അങ്ങനെ പരിഹസിച്ച പ്രവാചകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ വഹി കിട്ടാത്തതിന്റെ പേരിൽ പ്രയാസപ്പെട്ട 15 ദിവസം വല്ലാതെ വിഷമിച്ച പ്രവാചകൻ 15 ദിവസം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഓരോന്നായി പഠിപ്പിച്ചു നബിക്ക് വഹി കൊടുക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫ് ആരാണ് ഞാൻ താങ്കൾക്ക് വിവരിച്ചു തരാം, വഹി കൊടുക്കുക. ഇന്നഹും ഫിത്യത്തുൻ, അവർ യുവാക്കളായിരുന്നു എന്ന കാര്യം പരിചയപ്പെടുത്തി കൊടുത്തു. രണ്ടാമത്തത് ദുൽഖർനൈൻ ആരാണ് അവർ ചോദിക്കുന്നു, അതും ഞാൻ താങ്കൾക്ക് വിശദീകരിച്ചു തരാം, അതും പറഞ്ഞു കൊടുത്തു. അല്ലാഹു റൂഹ്, ആത്മാവിനെ കുറിച്ച് അവർ ചോദിക്കുന്നു. റബ്ബി, അത് എന്റെ റബ്ബിന്റെ മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തതിന്റെ പേരിൽ അള്ളാഹു പരീക്ഷിച്ച് 15 ദിവസം വഹി കിട്ടാതെ, 15 ദിവസം വഹി കിട്ടാതെ പരീക്ഷിച്ചു. 15 ദിവസം കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഈ 3 കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുറിയിൽ കൂട്ടുന്ന, വല്ലാതെ നോവിക്കുന്ന, പ്രയാസപ്പെടുത്തി പരിഹരിച്ച രംഗമായിരുന്നു. നിന്റെ ഒരു ദിവസം എത്രയാണ്, എത്ര മണിക്കൂറാണ്, എത്ര മാസമാണ്, എത്ര ആഴ്ചയാണെന്നൊക്കെ പറഞ്ഞ് പരിഹരിച്ചു. അള്ളാഹു വഹിയാക്കി, നഹ്നു നഖുസ്സു അലൈക നബഅഹും ഫിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അതാണ് അവർ പറഞ്ഞു. കർണൈനെ പറ്റി പറഞ്ഞു, ദുൽഖർനൈനെ പറ്റി പറഞ്ഞു, ആത്മാവിനെ പറഞ്ഞു കൊടുത്തു. എന്തിന് പ്രവാചകനെ വിഷമിപ്പിക്കാനല്ല ഇത് പറഞ്ഞു കൊടുത്തത്. പിന്നെ ലോകാവസാനം വരെയുള്ള വിശ്വാസത്തിലേക്ക് നാളത്തെ ഒരു കാര്യം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം എന്ന പാഠം പഠിപ്പിക്കാനാണ് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായത്. മറ്റൊന്ന്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലോകത്തെ ഏറ്റവും കൂടുതൽ അധികാരം ലഭിച്ച പ്രവാചകനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സ ഫലസ്തീനെ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച 3 കാര്യങ്ങളുണ്ട്. ലമ്മാ തറ സുലൈമാൻ ദാവൂദ് ബിൻ ബിനായി ബൈത്തുൽ മഖ്ദിസ് സഅലല്ലാഹു സലാസ, 3 കാര്യം അല്ലാഹുവിനോട് ചോദിച്ചു. അങ്ങനെ ഹുക്കുമൻ എന്താണ് സ്വഹായിബ് ഹുക്കും, അതായത് പിന്നെ 3 കാര്യം പിന്നെന്താണ് മസ്ജിദുൽ അഖ്സ നിർമ്മിച്ചതിന് ശേഷം 3 കാര്യം ചോദിച്ചതിൽ ഒന്ന്, അള്ളാഹുവിന്റെ വിധി പോലെ സുലൈമാൻ നബി എന്തെങ്കിലും ഒരു വിധി വിധിച്ചാൽ തെറ്റിപ്പോകരുത് എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. സുലൈമാൻ നബി രാജാവാണ്, പല വിധികൾ നടത്തും, ഞാൻ എന്തെങ്കിലും ഒരു വിധി നടപ്പിലാക്കിയാൽ അത് പിന്നെന്താണ് തെറ്റിപ്പോകരുത് അള്ളാഹുവെ പ്രാർത്ഥിച്ചു. രണ്ടാമത്തേത്, സുലൈമാൻ നബിയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. രണ്ടാമത്തേത്, മറ്റാർക്കും കൊടുക്കാത്ത അത്ര ഒരു അധികാരം ചില കാര്യങ്ങളെങ്കിലും എനിക്ക് തരണേ, അള്ളാഹു അതും കൊടുത്തു. 3, അള്ളാഹുവെ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവേശിച്ച് 2 റക്അത്ത് നമസ്കരിച്ച് പുറത്തിറങ്ങുന്നവൻ സ്വന്തം ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ ശുദ്ധിയുള്ളവനാക്കണേ, നിഷ്കളങ്ക ഹൃദയമുള്ളവനായി തിരിച്ചു വരണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് അദ്ദേഹത്തിന് സ്വീകരിച്ചോ ഇല്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധിക്കുന്ന ഓരോ വിധിയും സത്യസന്ധമായിരുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കാറ്റംപ്രാത്താനി മാഹുമാ ബിനാഹും, അതായത് 2 സ്ത്രീകൾ, ചെറുതും വലുതുമായ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. 2 പേരുടെ കയ്യിലും ഓരോ കുട്ടികളും ഉണ്ടായിരുന്നു. അവർ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നതിൽ ഒരു കുട്ടിയെ ചെന്നായി വരികയും ആ ചെന്നായ ആ കുട്ടിയെ പഠിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അവർ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടിയെ കാണുന്നില്ല. മൂത്തവർ പറഞ്ഞു, ഇത് എന്റെ കുട്ടിയാണ്, നിന്റെ കുട്ടിയാണ് ചെന്നായ കൊണ്ടുപോയത്.
ചെറിയവർ പറഞ്ഞു, അല്ല നോക്കൂ, ഇത് എന്റെ കുട്ടിയാണ്, എന്റെ മകനെയാണ് ചെന്നായി പിടിച്ചത്. രണ്ടുപേർക്ക് തർക്കമായി. അങ്ങനെ ദാവൂദ്, അവർ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ചെന്നു. ദാവൂദ് നബി പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഇത് മൂത്തവളുടെ കുട്ടിയാണ് എന്ന്. അവൾ എന്താണ് വാക്ചാരത കൊണ്ട് എന്ത് ചെയ്തു, അവൾ അത് നേടിയെടുത്തു. അങ്ങനെ ദാവൂദ് നബി മൂത്തവൾക്ക് കുട്ടിയെ വിളിച്ചു. പക്ഷേ ചെറിയവൾ സമ്മതിച്ചില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമീപിക്കണമെന്നായിരുന്നു അവരെ വാദം. അങ്ങനെ രണ്ടുപേരും സുലൈമാൻ നബിയുടെ അടുത്ത് പോയി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയെ ഒരു ഭാഗത്ത് കടത്താൻ പറഞ്ഞു. എന്നിട്ട് ഒരു കത്തി എടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ മക്കളുണ്ടായിരുന്നില്ലേ, ഒന്നിനെ കൊണ്ടുപോയില്ലേ, അത് ഉറപ്പാണില്ലേ, ഇത് ആരുടേതാണ് എന്നതാണ് സംശയമല്ലേ? ഒരു കാര്യം ഞാൻ ചെയ്യാം, ഈ കുട്ടിയെ രണ്ടായി മുറിച്ച് ഒരു ഭാഗം നിനക്കും ഒരു ഭാഗം ഇവർക്കും കൊടുക്കാം. വലിയവൾ പറഞ്ഞു ആയിക്കോട്ടെ. ചെറിയ പറഞ്ഞു എങ്കിൽ അത് അവളുടെ കുട്ടിയെ ആയിക്കോട്ടെ, എനിക്ക് കുട്ടിയെ വേണ്ട, കുട്ടിയെ നിങ്ങൾ മുറിക്കരുത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇത് ചെറിയവളുടെ കുട്ടിയാണ്, അതുകൊണ്ട് എന്തിനു കൊടുത്തു, ആ കുട്ടി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ ഇമാം ബുഖാരിയുടെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവസാനം പറഞ്ഞ വാക്കുണ്ട്, അന്നാണ് ഞങ്ങൾ സിക്കീന എന്ന പദം, അതോ കത്തിക്ക് ഞങ്ങൾ ഉപയോഗിക്കാൻ ആ വാക്കാണ് പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചത്. അന്നാണ് സിക്കീൻ എന്ന പദം ഞങ്ങൾ കത്തിക്ക് പറയാൻ വേണ്ടി തുടങ്ങിയിരുന്നത് എന്നാണ്. അതിന് മുമ്പ് വരെ ബോധീനോ എന്താണ് ആ വാക്കിന് അവർ ഉപയോഗിച്ചത്. സുലൈമാൻ നബിയുടെ ഈ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥയിൽ നിന്നാണ് പിന്നീട് സിക്കീൻ എന്ന പദം കത്തിക്ക് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത് ഇമാം ബുഖാരിയുടെ ഹദീസാണ്. വിഷയത്തിൽ ചുരുക്കം ഇതാണ്, അത്രയും അധികാരമുള്ള സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരിക്കൽ പറഞ്ഞു, എന്റെ എല്ലാ എന്താ ഇവിടെ അവിടെ ഒരു വിധി നടപ്പാക്കി. ആ വിധി ഞാൻ വിധിച്ച വിധി എന്താ, അത് വിധിച്ച പോലെ ആയിരിക്കുന്ന പ്രാർത്ഥനയാണ്. അത് അതുപോലെ സംഭവിക്കുന്ന വിഷയത്തെ കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ കാര്യം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ ഭാര്യമാരും അടുക്കൽ പോയി, ഇന്ന് രാത്രി ഞാൻ ബന്ധപ്പെടും, അവരെല്ലാവരും നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന ധീരന്മാരായ മക്കളെ അള്ളാഹു തരും. പോയിണ്ടായിരുന്നു മലക്ക് ഓർമ്മപ്പെടുത്തി ഇൻഷാ അള്ളാഹ് എന്ന് പറയൂ. ഈ സംഭവം പറഞ്ഞപ്പോൾ സുലൈമാനെ പറയാണ്, ഞാൻ ഇന്ന് എല്ലാ ഭാര്യമാർക്ക് പോകും, എനിക്ക് അള്ളാഹു ജിഹാദിൽ വെച്ച മക്കൾ എനിക്ക് തരുമെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ മലക്ക് പറയുന്നത് ഇൻഷാ അള്ളാഹ് പറയും, ഇൻഷാ അള്ളാഹ് പറയുന്നു പറയുന്നു. പക്ഷേ വലം യക്കുൻ ഇൻഷാ അള്ളാഹ്. പക്ഷെ അദ്ദേഹത്തിന് അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം ശ്രദ്ധിച്ചില്ല, ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞില്ല. 70ഓളം വരുന്ന ഭാര്യമാർ അള്ളാഹു അന്ന് കൊടുത്തത് ഒരു കുട്ടിയല്ല, അര കുട്ടിയെ നൽകി. കാല് ചുരുണ്ട് കൂടിയ ഒരു ഭാഗം മുറിഞ്ഞു പോയ അരക്കുട്ടിയാണ് അള്ളാഹു കൊടുത്തത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, ലൗ ഖാല ഇൻഷാ അല്ലാഹ്, അപ്പോഴെങ്ങാനും സുലൈമാൻ നബി അലൈഹി സ്വലാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന മക്കളെ ധാരാളം കൊടുക്കുമായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തതിന്റെ പേരിൽ സുലൈമാൻ നബിയെ അള്ളാഹു പരീക്ഷിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് എന്നത് കേവലം ഒരു പദമല്ല, ഇത് പഠിക്കേണ്ട പ്രധാന വിഷയമാണ് എന്നർത്ഥം. ഇനി മറ്റൊരു സംഭവം, അസ്ഹാബുൽ ജന്നയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. തോട്ടത്തിന്റെ ആൾക്കാർ, വലിയ തോട്ടം ഉണ്ടായിരുന്ന ചില ആളുകൾ, ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, തോട്ടത്തിലെ ആളുകൾ പരീക്ഷിച്ച പോലെ പലരെയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ഇല അഖസമു യസ്ലിമുന്നഹാ മുസ്ബിഹീൻ വലാ യസ്തസ്നൂൻ, നാളെ രാവിലെ പോയിട്ട് നമ്മുടെ ആ തോട്ടത്തിലെ കായ്കനികൾ നമുക്ക് മുറിച്ചെടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ വലാ യസ്തസ്നൂൻ, അവർ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. നാളെ രാവിലെ പോയിട്ട് അതൊക്കെ നമുക്ക് കൊയ്തെടുക്കാമെന്നവർ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. അങ്ങനെ അവർ അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ അള്ളാഹുവിന് ശിക്ഷ തോട്ടത്തിലേക്ക് ഇറങ്ങി മൂടോടെ മുറിച്ചിട്ടു, ഒന്നിനും പറ്റാത്ത ഫലമാക്കി നശിപ്പിച്ചു കളഞ്ഞു അള്ളാഹു. അവർ ചെന്നപ്പോൾ കാണുന്നത് ഇന്നലെ രാത്രി നാളെ രാവിലെ കൊയ്തെടുക്കാമെന്ന് പറഞ്ഞ കായ്കനികൾ ഒന്നിനും പറ്റാതെ നശിച്ചു കിടക്കുന്ന രീതിയിലാണ്. അള്ളാഹു ഈ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്, അപ്രകാരമാണ് എന്റെ ശിക്ഷ, എന്നാൽ പരലോകശിക്ഷ അതിനെ കഠിനമായിരിക്കും, അവരത് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് പറയാത്തിന്റെ പേരിൽ അവർക്കും പരീക്ഷണം ഉണ്ടാകും. അപ്പൊ ഭാവി കാര്യം ചെയ്യുമ്പോൾ ഇത് പറയാൻ മറന്നു പോകരുത്. ഒഴിവ് കഴിവുള്ള പദമല്ല ഇത്, റബ്ബിന്റെ ഭാഗത്തുള്ള സഹായം അതാണ് നാം ആഗ്രഹിക്കേണ്ടത്. അതിനാണ് ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ പറയേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഭാവിയിൽ ഒരു കാര്യം ചെയ്യുമെന്ന് തീർച്ചപ്പെടുത്തി പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒന്നും പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഖുർആൻ 6 സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ പ്രവാചകന്മാർ അത് പറഞ്ഞ വാങ്ങുന്ന നേട്ടവും ഞാൻ സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈമാൻ നബിക്കും അത് പറഞ്ഞതിന്റെ പേര് നമുക്ക് ഒരു പാഠം എന്ന നിലയ്ക്ക് അല്ലാഹു അവരെ പരീക്ഷിച്ച സംഭവങ്ങളും ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കി. ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഏൽപ്പിക്കുമ്പോൾ ഒഴിഞ്ഞു മാറാൻ പറയേണ്ടുന്ന ഒരു പദമല്ല ഇത് എന്നും നമ്മൾ മനസ്സിലാക്കണം.
കാലം ഏറെ കഴിഞ്ഞു. ഇതിന്റെ പ്രാധാന്യം വിശ്വാസം ജനങ്ങളെ പഠിപ്പിച്ചു. അവൻ ജീവിതത്തിലുടനീളം അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്തു. ഒരിക്കൽ ഒത്തുപാൻ അള്ളാഹ് പറയാണ്, വിശ്വാസം ശ്രമിച്ചു പറയാണ്, താങ്കൾ എന്റെ വീട്ടിലേക്കൊന്ന് വന്ന് 2 റക്അത്ത് നമസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നബിശ്വാസം പറഞ്ഞു, ഒരു ഇൻഷാ അല്ലാഹ്, ഞാൻ അങ്ങനെ ചെയ്യാം, ഇൻഷാ അല്ലാഹ്. നബിശ്വാസം അദ്ദേഹത്തിന്റെ കൂടെ പോയി ഉദവ് ചെയ്തു. ഭൂമിയിലെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. 2 റക്അത്ത് നമസ്കരിച്ചു. ഈ ഹദീസിൽ നിന്ന് പഠിതമായ 2 കാര്യം പറഞ്ഞു. ഒന്ന്, സ്വന്തം വീട്ടിൽ നമസ്കരിക്കാൻ മാത്രം ഒരു പ്രത്യേക സ്ഥലം മാറ്റി വെക്കാവുന്നതാണ്, അത് അനുവദനീയമാണ് എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. രണ്ടാമത്തത്, ഇത് നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടതാണ്. എന്താ? ഇമാം നബി പറയുന്നുണ്ട്, ഇൻസാൻ ഇദാ ഖാല സഅഫ്അലു കദാ യഖൂല ഇൻഷാ അല്ലാഹ്. വരാനിരിക്കുന്ന ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ഇൻഷാ അല്ലാഹ് എന്ന് പറയണമെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. എങ്കിൽ അത് ബർക്കത്ത് ചെയ്യാൻ കാരണമാകും. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ആയത്ത് പിൻബലം ഉണ്ടാകും. എന്താ? വലാ തഖൂലൻ ശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ് എന്ന ഖുർആൻ വചനം സ്വീകരിച്ച കൂലിയും അവർക്ക് അല്ലാഹു കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇത് വെറുതെ പറയാനുള്ള ഒരു പദമല്ല, എന്നാൽ പറയേണ്ട സന്ദർഭങ്ങൾ മറന്നു പോവുകയും ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്നാൽ ഓർമ്മ വന്ന ഉടനെ പറയുകയും ചെയ്യുക എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് അല്ലാഹു അത്തരം നന്മകൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശ്വാസികളെ, ഇൻഷാ അല്ലാഹ് പറഞ്ഞാലുള്ള നേട്ടവും അത് പറഞ്ഞതിനുള്ള കോട്ടവുമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇത് സാധാരണ ആൾക്കാർ തമാശക്ക് പറയാൻ ഇൻഷാ അല്ലാഹ് 6 മാസത്തെ കാലാവധി എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ തമാശയായിട്ട് കാണേണ്ട ഒരു പദമല്ല ഇത്, വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. ഖുർആൻ എത്ര സ്ഥലത്ത് കാണാം അല്ലെ? വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ അല്ലെ? എത്ര സ്ഥലത്തുണ്ട് അല്ലെ? അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് 6 സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഗൗരവത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. ഒരു തമാശക്ക് മാത്രമായിട്ട് പറയാൻ പാടില്ല. അതിന്റെ ഗൗരവം മനസ്സിലാക്കി നാം ചെയ്യാൻ പോകുന്ന ആ നന്മ എന്താണോ ആ നന്മ സഫലീകരിച്ച് കിട്ടാനുള്ള ഒരു വാക്കായ ഒരു പദമായിക്കൊണ്ട് തന്നെ അത് ആത്മാർത്ഥമായിക്കൊണ്ട് ഉച്ചരിക്കാനും പ്രയോഗിക്കാനും നാം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ വിശുദ്ധ റമദാനിലൂടെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള തുറയും വാഞ്ചയും നാം നേടിയെടുക്കുക. ഇൻഷാ അല്ലാഹ് എന്ന ഗഹനമായ വളരെ ബഹത്തായ ഒരു വിഷയമാണ്. അത് ചുരുക്കിക്കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. വാക്കുകൾ ചുരുക്കുകയാണ്. വിശാലതിനെ കുറിച്ച് അധികമായി കൊണ്ട് ക്ഷമിക്കണമെന്ന് പ്രത്യേകം ഉറപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിൽ നല്ല നല്ല വിഷയങ്ങളെ കുറിച്ച് പഠിക്കാനും ഉൾക്കൊള്ളാനും വിശുദ്ധ രാവിന്റെ പകലിലാണ് നമ്മളുള്ളത്. 27 രാവിലാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന നല്ല ദിവസത്തിൽ കൂടിയാണ്. അതിന്റെ ഇന്നലെ രാത്രി നമ്മൾ ഇത്തിക്കാഫ് എന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇത്തിക്കാഫ് അല്ലെങ്കിൽ അതിന്റെ കൂലി കിട്ടിയവർ അല്ലാഹു നമ്മെ ലൈലത്തുൽ ഖദർ കിട്ടിയ ആളുകൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശ്വാസികളെ, നാം ആത്മാർത്ഥമായി കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആന്റെ പാരായണവും പഠനവും അതിന്റെ എല്ലാം നാം കൃത്യമായി ഉൾക്കൊള്ളുക. ഈ സനാബിനെ നാം കൂടുതൽ അടുത്തറിയുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള മെസ്സേജുകൾ എല്ലാം നാം കൃത്യമായി ഉൾക്കൊള്ളുക. ഇതിന്റെ വക്താക്കളും പ്രയോക്താക്കളും തീരുക. ഇതിനെ സഹായിക്കുക. ഇതിന്റെ സഹായം ഒക്കെ കാരണം നമ്മളിൽ തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകുമ്പോഴാണ് ഓരോ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. അല്ലാഹു നന്മകൾ മുന്നേറുന്ന യഥാർത്ഥ വിശ്വാസം നമ്മെല്ലാം ഉൾപ്പെടുത്തി മാറാകട്ടെ. എന്നൊക്കെ പറഞ്ഞേ, നിങ്ങൾ മുൻകടന്നു വരുകയും നിങ്ങൾ ധൃതി കാണിക്കുകയും എന്നൊക്കെ പറഞ്ഞില്ലേ, നന്മയിൽ മുൻകടന്നു വരികയും സ്വർഗത്തിന് വിശാലമായ ആകാശഭൂമി വിശാലമായി കിടക്കുന്ന ആ സ്വർഗത്തിന് പോലെ നിങ്ങൾ പണിയെടുക്കുകയും ധൃതി കാണിക്കുകയും മുൻകടന്നു വരുകയും പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയുള്ള സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫി ഉമൂരിന. ഏറ്റവും അവസാനം നമ്മൾ നോക്കേണ്ടത്, ഏറ്റവും അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്കിയും ആദ്യത്തെ 10 കഴിഞ്ഞു, രണ്ടാമത്തെ 10 കഴിഞ്ഞു, നമ്മൾ നല്ല ആവേശത്തിലായിരുന്നു. അവസാന പത്തെത്തിയപ്പോഴോ അങ്ങാടികളിലും മാർക്കറ്റുകളിലും ടെക്സ്റ്റൈൽസുകളിലും മണിക്കൂറുകളോ ദിവസം വരെയൊക്കെ കറങ്ങുന്ന ആൾക്കാർ നല്ല ദിവസത്തെ നല്ല സമയത്ത് അങ്ങാടികൾ കൊണ്ടുപോയി തുലക്കുകയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള അങ്ങാടികൾ കൊണ്ടുപോയി തുലക്കുകയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ വെറുക്കുകയും ചെയ്യുന്നു. നോക്കൂ, നിങ്ങൾ ആ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. വിശുദ്ധ റമദാന്റെ രാപ്പകല് പോലെ ഇനിയുള്ള സമയങ്ങൾ ഒരു വലിയ വിപ്ലവത്തിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സുവർണാവസരമാണ്. അവസാനമാണ് നന്നാക്കേണ്ടത്. അഹ്സിൻ ആഖിബതനാ ഫി ഉമൂരിന. അല്ലാഹുവേ, അവസാനം നന്നാക്കി തന്നെ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന ദുആ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും നാം സജീവ ശ്രദ്ധയും സാന്നിധ്യം ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഈ വിശുദ്ധ റമദാനിൽ രോഗികളെ കിഡ്നി സംബന്ധമായും ലിവർ സംബന്ധമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേഷ്യന്റുകൾ രോഗികൾ നമ്മുടെ ചുറ്റുപാടും പരസ്യം കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ സഹായിക്കാൻ കഴിയുന്നത്ര നാം ശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവന്മാരെ നാം പരിശ്രമിക്കുക. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവത്തെ നാം ഉൾക്കൊണ്ട് അത് അതിന്റെ സന്ദർഭവും സമയങ്ങളും മനസ്സിലാക്കി കൃത്യമായി പ്രയോഗിക്കുക. അത് തമാശക്കുള്ള വാക്കല്ല എന്ന് ഗൗരവമായി മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനും സുന്നത്തും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാന്റെ മഹത്തായ ഫضل കൊണ്ട് അവന്റെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു കഴുകി ശുദ്ധിയാക്കി യഥാർത്ഥ വിശ്വാസികളായി തീർക്കുമാറാകട്ടെ. അള്ളാഹ് നമ്മുടെ കൂട്ട രോഗികളായി കഴിഞ്ഞവർക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫിറത്ത്
മഹ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതുപോലെ പ്രയാസപ്പെടുന്നവർക്കെല്ലാം അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ഫലസ്തീന്റെ മണ്ണിൽ ഗസയുടെ മണ്ണിൽ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ആശ്വാസവും ക്ഷമയും സബാത്തും സമാധാനവും നൽകുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم اجعلنا ممن أدرك ليلة القدر يا الله. اللهم اجعلنا ممن أدرك ليلة القدر يا الله. اللهم اجعلنا ممن أدرك ليلة القدر يا الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.